വൈറ്റില മേൽപ്പാലത്തിനെതിരെയുള്ള വിമർശനം മുറുകുന്നു. പാലം അശാസ്ത്രീയമെന്ന് ഹൈബി ഈഡൻ MLA പറഞ്ഞു. വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. വൈറ്റിലയിലെ മേൽപ്പാല നിർമ്മാണം ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ പര്യാപ്തമല്ലെന്ന വിമർശനം ശക്തമാകുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തിരക്കുള്ള ജംഗ്ഷനാണ് വൈറ്റില. 12 ദിശയിലേക്ക് ഇവിടെ നിന്ന് വാഹന ഗതാഗതം നടക്കുന്നു. 2 ദിശയിലേക്ക് മാത്രമുള്ള മേൽപ്പാലം പ്രയോജനമുണ്ടാകില്ലെന്നാണ് വിമർശകരുടെ നിലപാട്. വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാതെയുള്ള പാലം അശാസ്ത്രീയമാണെന്ന് ഹൈബി ഈഡൻ ആരോപിച്ചു. 7ഓളം റോഡുകൾ സംഗമിക്കുന്ന ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ജംഗ്ഷനാണ് വൈറ്റില ജംഗ്ഷൻ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാലം നിർമ്മിക്കുമ്പോൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള കൂടിയാലോചനകളോ എക്സ്പേർട്ട് അഡ്വൈസോ ഒന്നും ഈ മേഖലയിൽ നേടിയിട്ടില്ല എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മെട്രോമാൻ ഇ ശ്രീധരനും വൈറ്റില മേൽപ്പാലത്തിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇ ശ്രീധരനെ പോലുള്ള വിദഗ്ധരുടെ അഭിപ്രായം പരിശോധിക്കണമെന്നും ദീർഘവീക്ഷണത്തോടുള്ള വികസനങ്ങൾ മാത്രമേ ഉദ്ദേശഫലം നൽകുകയുള്ളൂവെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അഭിപ്രായപ്പെട്ടു. ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ളൊരു സമീപനമാണ് വേണ്ടത്. പക്ഷേ ശ്രീധരൻ്റെ അഭിപ്രായം കണ്ടു, ഇവിടുത്തെ ജനപ്രതിനിധിയായ ശ്രീ ഹൈബി ഈഡൻ്റെ അഭിപ്രായം കണ്ടു. അപ്പോൾ അത് ഗവൺമെൻറ് തള്ളിക്കളയരുത്, അത് വളരെ ഗൗരവമായിട്ടെടുക്കുകയും പരിശോധിക്കുകയും ചെയ്യണം. ഇവർ പറഞ്ഞത് പ്രായോഗികമല്ല എന്നുണ്ടെങ്കിൽ അവരെ തന്നെ ബോധ്യപ്പെടുത്തണം. വിമർശനം ശക്തമാകുമ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോവുകയാണ്. 1.5 വർഷത്തിനകം മേൽപ്പാലം യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ദേശീയപാത അതോറിറ്റി നിർമ്മിക്കേണ്ട പാലം കാലതാമസം ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുക്കുകയായിരുന്നു. റിപ്പോർട്ടർ, കൊച്ചി.